ഞങ്ങളിപ്പോ കടലിൽ കൂടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാണിച്ചെടുത്തടാ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബൂട്ട് അങ്ങോട്ട് തുറന്നു വരാണ്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ 29 സെക്കൻഡ് നമ്മുടെ അങ്ങനെ തള്ളിയ ഫസ്റ്റ് കയറി മേളിലത്തെ സംഭവം അതാ തുറക്കുന്നു. ഗായ്സ്, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്രെറ്റയുടെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാരാണ് ഭയങ്കര സ്നേഹത്തോട് പറഞ്ഞത് ഉണ്ടായില്ല തന്നെ ട്യൂസോൺ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, അതും കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചാൽ എങ്ങനെ ഒരു വണ്ടി നമ്മളെന്ന് വെച്ചാൽ ഓടിച്ച് നോക്കിയിട്ട് പോലും ഇല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ഹുണ്ടായിലേക്ക് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു വണ്ടിക്ക് 34 ലക്ഷം രൂപ വില വരുന്നുണ്ടെന്ന്. അന്നുവെച്ചാലും നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് എടുത്തു വിട്ടത്. ഇപ്പോൾ ഞാനുള്ളതൊന്നും കാണിച്ചു കൊടുത്തടാം. സ്നേഹതീരത്ത് ഏതോ ഒരു തെങ്ങിന്റെ പറമ്പിലാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലത്തിട്ട് തന്നെ ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു വണ്ടി വാങ്ങാൻ പോകുന്നവർക്ക് അറിയേണ്ട മാക്സിമം കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യും. നമ്മളിപ്പോ 4 വീൽ ഡ്രൈവ് GLS ആ ഒരു ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് വേരിയന്റ് അല്ല, അതാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവർക്ക് തന്നെ പെട്രോൾ വേരിയന്റും കൂടി ഉണ്ട്, അതാണ് ഞാൻ ഡീസലിന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു വണ്ടി ഓഫ് ചെയ്താലോ, നമുക്ക് സൗണ്ട് ചിലപ്പോൾ ക്യാമറയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത് ഇതേ നമുക്ക് ഒരു 5 പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആണ് കേട്ടോ ശരിക്കും അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിന് മേളിൽ ഒരു DRL വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ താഴെ ഒരു DRL വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിംഗ് ആണ്. ഈ ഒരു സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ റേഡിയേറ്റർ ഗ്രില്ലും കാര്യങ്ങളൊന്നും അത്ര ബോറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ എന്നൊക്കെ നോക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ടിലും നമുക്ക് റിവേഴ്സ് സെൻസർ പോലെ സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ക്രെറ്റയിൽ ആ ഒരു സെൻസർ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് സൈഡിലത്തെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ നോക്കിയ ക്രോം ലൈനുകൾ, അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ അവിടെ ക്രോം, എല്ലായിടത്തും ക്രോം ഫിനിഷ് ഉണ്ട്. പിന്നെ മിററിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ഇരുട്ടത്തൊക്കെ ഡോർ തുറക്കുന്ന സമയത്ത് അടിഭാഗം കാണാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് നമ്മുടെ ടൈൽ ലാമ്പ്, അതിന് താഴെയായിട്ട് വേറെ ലൈറ്റുകളൊന്നും കാണാനൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രമാണുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി ലുക്കിലുള്ള ഒരു ടൈൽ ലാമ്പാണ്. ഇതിലിവിടെ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഇവിടെ കുറേ ലൈറ്റുകൾ വന്നിട്ടുണ്ട്, ഇവിടെ ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ റിഫ്ലക്ടറാണ് കേട്ടോ ഇതേപോലെ. പിന്നെ ബാക്കിൽ നമുക്ക് റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ 2 ട്വിൻ എക്സിസ്റ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ക്രെറ്റയിൽ കണ്ട പോലെയല്ല, ഏറെക്കുറെ അതേപോലെ ഷായ് തോന്നിക്കുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ബാക്കിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ മോഡലിൻ്റെ പേര്, ടക്സൺ, അതേപോലെ തന്നെ ട്യൂസൺ, അങ്ങനെ ഒരുപാട് പേരുകളിലാണ് ശരിക്കും ഈ ഒരു വണ്ടി അറിയപ്പെടുന്നത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4x4 ആണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല വീൽ സൈസ് ആണ് കേട്ടോ. അതായത് 18 ഇഞ്ചാണ് ഇതിൻ്റെ ആ ഒരു വീലിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. പിന്നെ ഡയമണ്ട് കട്ട് അലോയാണ്, വല്ലാത്തൊരു ഭംഗിയിൽ നമ്മുടെ ക്രെറ്റേനായിട്ട് ഭംഗിയുണ്ടെന്നുണ്ടല്ലോ. അപ്പോൾ പുറത്തത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ മെയിൻ സാധനങ്ങളൊക്കെ വന്നിട്ടുള്ള അകത്താണ് കേട്ടോ. അപ്പോൾ അകത്തത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഇതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ശരിക്കും ലെതർ ഫിനിഷാണ് കേട്ടോ, വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഇവിടെ ബ്ലാക്കും അതേപോലെ തന്നെ സിൽവറാണ്, ക്രോമാണോ, സിൽവറും മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലൊക്കെ ഈ ഒരു ഏരിയ ഒക്കെ വന്നിട്ടുള്ളത് ശരിക്കും ഒരു വൈറ്റ് കളറിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വൈറ്റാണ് മുകളിലേക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ഇത് നമുക്ക് സെൻട്രൽ ലോക്കിന് വേണ്ടിയിട്ടും, ഇത് വിൻഡോസ് താഴ്ത്താനും പൊക്കാനും വേണ്ടിയിട്ടും, അങ്ങനെ ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ക്രെറ്റേനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് എന്നല്ല പറയാൻ പറ്റുക, ഇതിനായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് എനിക്ക് ക്രെറ്റ തോന്നിയത് കേട്ടോ, ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. പക്ഷേ ഇതിനാണ് വില കൂടുതൽ. അതിന് 21 ലക്ഷം, ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് 34 ലക്ഷം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുന്ന സമയത്ത് കണ്ട സ്റ്റിയറിംഗ് ഒക്കെ ഏറെക്കുറെ ആ ഒരു വണ്ടീനോട് സെയിം ആണെങ്കിൽ പോലും ഇതിൽ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അതായത് ഇപ്പോൾ വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ സൺറൂഫ് തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺറൂഫ് തുറക്കില്ല. അത്തരത്തിലുള്ള വോയിസ് കമാൻഡുകൾ പോലും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് മോഡ് ബട്ടൺ വന്നിട്ടുണ്ട്, അതായത് പിന്നെ ഇവിടെ നമുക്ക് മോഡ് ബട്ടൺ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റേഡിയോ ആ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വോളിയം ഡൗൺ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും, കോൾ അറ്റൻഡ് ചെയ്യാൻ, കോൾ ഡിസ്കണക്ട് ചെയ്യാൻ. പിന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് 4 ടയറിൻ്റെയും പ്രഷർ അറിയാനായിട്ട് പറ്റും. പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ കുറഞ്ഞതിൻ്റെ വാണിങ് ഏത് ടയറിൻ്റെയാണെന്ന് ഉൾപ്പെടെ മീറ്ററിലാണ് കിട്ടുക. അത്തരത്തിലുള്ള കുറച്ച് സെറ്റപ്പുകളും കൂടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ വണ്ടിയിൽ കണ്ട പോലെ തന്നെ ക്രൂസ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടനാണ്. അതേപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല.
4x4 ആക്കാനും അല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് സ്വിച്ചിങ് ആണ് ഈ ഒരു സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൽ പക്ഷേ മഡ് പിന്നെ സാൻഡിൽ അങ്ങനത്തെ കുറച്ച് മോഡുകൾ നമ്മൾ ക്രെറ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു മോഡലില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കൺട്രോൾസ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്കൊരു 8 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ശരിക്കും മറ്റേതിൽ 10 ഇഞ്ചായിരുന്നു, ഇതിൽ 8 ഇഞ്ചാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ആ ഒരു ഹോം എന്ന് പറയുന്നത്. നാവിഗേഷൻ അതേപോലെ തന്നെ ബ്ലൂ ലിങ്ക് ഉണ്ട് കേട്ടോ. അതായത് ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൊബൈലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യണ തരത്തിലേക്കുള്ള സെറ്റപ്പുകളൊക്കെ ഈ ഒരു മോഡലിലും വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പോലെയാണ് എനിക്ക് തോന്നിയത്. മറ്റത്രയും ആ ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിന്റെ സ്പീക്കേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ശരിക്കും ഇൻഫിനിക്സിന്റെ തന്നെയാണ്. അതായത് മറ്റേതിൽ നമ്മൾ വേറെ ടൈപ്പാണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വ്യത്യാസങ്ങൾ ആ ഒരു മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിററും കാര്യങ്ങളൊക്കെ സെയിം ഒക്കെ തന്നെ. അതായത് നമുക്ക് സോഴ്സ് അതേപോലെ തന്നെ മറ്റേ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബ്ലൂ ലിങ്കിനുള്ള ഒരു സ്വിച്ചും കൂടെ കാണാം. ഇതിൽ മിറർ വന്നിട്ടുണ്ട്. ഇതേ അതേപോലെ തന്നെ ഇതിലും മിറർ വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് വെക്കുന്ന ടൈപ്പിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്വിച്ചുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മിറർ നോക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ഇട്ടിട്ട് മിറർ നോക്കണമെങ്കിൽ മിറർ നോക്കാം. പിന്നെ ഇവിടെയും കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും മൊത്തത്തിൽ വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഇത് സൺറൂഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. സൺറൂഫ് എന്ന് പറയുന്ന സമയത്ത് അത്രയും വൈഡായിട്ടുള്ള ഒരു സൺറൂഫ് അല്ല, ശരിക്കും ഇവിടം വരെയാണ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാനിത് തുറന്ന് വെച്ചേക്കാൻ കേട്ടോ, നിങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഒറ്റ സ്വിച്ചിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഈ ഒരു സ്വിച്ചിലാണ് ഫുള്ള് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറക്കണം കാണാം. അതേപോലെ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേളിലത്തെ സംഭവം അത് തുറക്കുന്നു. ആഹാ, അതേപോലൊക്കെ തന്നെ, പക്ഷെ അത്രയും വൈഡല്ല എന്ന് മാത്രം. മെക്കാനിസം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഓൾ ക്ലൈമറ്റ് AC ആണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. മറ്റേ വണ്ടീനെ വെച്ച് കമ്പയർ ഞാൻ വെറുതെ കമ്പയർ ചെയ്യണം കേട്ടോ. ആ വീഡിയോ കണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിൽ നമുക്ക് രണ്ട് സൈഡിലത്തെയും AC-യുടെ ടെമ്പറേച്ചർ രണ്ട് തരത്തേക്ക് ആക്കാം. അതായത് പാസഞ്ചർ സീറ്റിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു എയർ വെൻ്റ് ഉണ്ടല്ലോ, ആ കാണുന്ന എയർ വെൻറ്റിലും ഈ കാണുന്ന എയർ വെൻറ്റിലും രണ്ട് തരത്തിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂളിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ നമുക്കിതിൽ സീറ്റ് കൂൾ ചെയ്യാനുള്ള ആ ഒരു ടെക്നോളജി ഇല്ല. ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. 55 ഫീച്ചേഴ്സ് അതിനുണ്ടെങ്കിൽ 38-40 ഫീച്ചേഴ്സാണ് ഈ ഒരു വണ്ടിക്ക് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കും. പിന്നെ നമ്മുടെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഹോൾഡാണ്. ഇതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഇതെന്ന് പറയുന്നത് ഡ്രൈവ് മോഡ്. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്ട് അതേപോലെ തന്നെ കംഫർട്ട് എക്കോ അങ്ങനെ 3 റൈഡിംഗ് മോഡുകളാണ് ശരിക്കും വന്നിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺ ഹിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടനാണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് മീറ്ററിൽ തെളിയും. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ പാർക്ക് സെൻസർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബട്ടൺ. പിന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ മാനുവലിൽ വരുന്ന ലിവർ, നമ്മുടെ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അത് ശരിക്കും ഈ ഒരു തരത്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിൽ കാണുന്ന സെയിം നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ ഗിയറും കാര്യങ്ങളൊക്കെ ശരിക്കും പാഡൽ ഷിഫ്റ്റ് ആയിട്ടാണ് വന്നു പറഞ്ഞത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ 8 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതായത് 8 ഗിയർ ശരിക്കും വന്നിട്ടുണ്ട് മാനുവലിൽ ഇടുന്ന സമയത്ത്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തള്ളിയ ഫസ്റ്റ് ഗിയർ, ഇങ്ങനെ തള്ളിയ ഡൗൺ, അങ്ങനെയാണ് ശരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പെട്രോൾ വേരിയൻ്റ് ഉണ്ട്. അതിൽ ശരിക്കും 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ ഡൗൺ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാനുവലായിട്ട് ഓടിക്കണമെങ്കിൽ ഓടിക്കാം. ഇനി വേണ്ട, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യുക, ബ്രേക്ക് ചവിട്ടാം, തട്ടാ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ മറ്റേ വണ്ടിയിൽ സെയിം ആയിട്ടുള്ള പോലെ തന്നെ. പിന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് മീറ്ററും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഡിഫറൻറ്റിലാണ് ശരിക്കും വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള TFT നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മീറ്ററാണ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ ശരിക്കും അനലോഗ് മീറ്ററാണ് വന്നിട്ടുള്ളത്. നമുക്ക് RPM-ന് വേണ്ടിയിട്ടും സ്പീഡിന് വേണ്ടിയിട്ടും ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ശരിക്കും അനലോഗായിട്ടാണ് കാണിക്കുന്നത്. സെൻറ്ററിൽ ചെറിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും വന്നിട്ടുണ്ട്. നമ്മുടെ ഏത് വണ്ടിയാണ് നമ്മുടെ നെക്സോണിൽ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ പോലെയാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. അത്തരത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ ഇവിടെ ഒന്നും കാണിക്കാമല്ലോ. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് എയർ പ്യൂരിഫയർ ഇല്ല. പകരം ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും പിന്നെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. 12 വോൾട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോർട്ട് ശരിക്കും വന്നിട്ടുണ്ട്. മറ്റേതിൽ ഒരു സിംഗിൾ USB-യും പിന്നെ ഒരു സിംഗിൾ നമുക്ക് ഈ ചാർജർ സെപ്പറേറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടാണ്. പിന്നെ ഇതിൽ USB പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വയർലെസ് ആയിട്ട് ചാർജ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ എൻ്റെ ഫോൺ പൊളച്ചു. അപ്പോൾ ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തി ചാർജ് വരണം. അപ്പോൾ ആ ഒരു പേടി മാറി. എൻ്റെ ഐഫോണിലും ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഒരു വണ്ടിയുടെ എന്തോ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഇതിന് നമുക്ക് നമ്മുടെ കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ലോക്ക് ആക്കാനും അൺലോക്ക് ആക്കാനും. പിന്നെ ഇത് നമ്മുടെ
ബൂട്ടിന് വേണ്ടിയിട്ടും. പിന്നെ ഈ ഒരു സ്വിച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ പാർക്കിങ്ങിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് വണ്ടി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ അത് മാത്രമല്ല ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ 29 സെക്കൻഡ് നമ്മുടെ വണ്ടിയുടെ ലൈറ്റും അലാമും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ 5 നമ്പർ സെലക്ട് ചെയ്ത് വയ്ക്കാം. ആ 5 നമ്പറേക്ക് കോളും പോകും. എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനും കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ ഈ കാർ ഓഫ് ചെയ്യണ്ടേ, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കേട്ടോ. ജസ്റ്റ് കാർ ഓഫ് ആക്കി നമ്മുടെ DRL ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ 2 DRL ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് ഈ ഒരു DRL കത്തണ സമയത്ത് ശരിക്കും ഇത് കത്തില്ല കേട്ടോ. ഇത് കത്തണ സമയത്ത് ഇതും കത്തില്ല. അതായത് നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാം. 2 DRLും ഒരുമിച്ച് കത്തിക്കൊണ്ടിരിക്കില്ല. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ബൂട്ടിൽ വന്നിട്ടുണ്ട്. അതിന് പുറമേ നമ്മൾ കുറച്ച് ദൂരെ എങ്ങനെ പോയിട്ട് ജസ്റ്റ് ബൂട്ടിനടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആവുമെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഇതാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ബൂട്ട് അങ്ങോട്ട് തുറന്ന് വരാണ്. ആയിവാ വൺ സെറ്റപ്പില്ലേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ്. അതിന് പുറമേ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചെറിയൊരു USB ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. USB ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പോർട്ടും കൂടെ കാണാം. നിങ്ങൾക്ക് ചെറിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു ചാർജിങ് പോർട്ടും കൂടെ വന്നിട്ടുണ്ട്. പാഴ്സൽ ട്രേ അല്ലേ. അതിനാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത്. അത് പൊളിച്ചു. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 500 ലിറ്ററിനടുത്ത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കണു അല്ലേ. പിന്നെ സബ്വൂഫറാണത്, ചെറിയൊരു സബ്വൂഫറും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഏത് ലെവലിലേക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അതായത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അടഞ്ഞോളും. ഇതിവിടെ അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലെഗ് റൂം അത്യാവശ്യം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറച്ച് കുഴിയിലേക്കായിട്ട് ഇരിക്കണ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ 3 സ്റ്റെപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ടും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്പേസിങ്ങും കാര്യങ്ങളൊന്നും വേറെ ബുദ്ധിമുട്ടുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു 5 പേർക്കൊക്കെ സുഖമായിട്ട് ഈ ഒരു വണ്ടിയിൽ ഇരുന്ന് പോകാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്തിരി കൂടെ ഉയരത്തിലായ പോലെയാണ് ശരിക്കും തോന്നുന്നത്. പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ്. ഇതിന് പുറത്ത് ഇവിടെ ചെറിയൊരു വിൻഡോയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതാണ് ഹോൾഡർ. ഇവിടെ നമുക്കൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ എയർ വെൻസ് കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു USB പോർട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ബാക്ക് സീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത് ചെറിയൊരു എഞ്ചിൻ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യണത്. കറക്റ്റ് അത്ര ഒരു വിശാലമായിട്ടുള്ള ഒരു ഏരിയ ശരിക്കും എഞ്ചിൻ റൂമിൽ വന്നിട്ടില്ല. ഇതൊരു 2000 ലിറ്റർ 2000 cc 2 ലിറ്റർ എഞ്ചിനാണ് കേട്ടോ. അയ്യോ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പോലെ തന്നെ അച്ചടക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ വയറിങ്ങും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള എഞ്ചിൻ നോയ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. എഞ്ചിൻ നോയ്സ് മാത്രമല്ല, വൈബ്രേഷൻസ് കുറവാണ്. ഒരൊറ്റ സൗണ്ട് തന്നെയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വണ്ടി മ്യൂസിക് ഒന്നും വെക്കാണ്ടാണ് ശരിക്കും ഓടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എഞ്ചിൻ ഭാഗത്തു നിന്നുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കേൾക്കാനില്ല. അതേപോലെ തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഒരു അനക്കല്ല വണ്ടിക്ക്. അത്യാവശ്യം ഇതേപോലത്തെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ഓടിച്ച് നോക്കി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പാസഞ്ചർ സീറ്റും കൂടെ നമുക്ക് ഈ ഒരു കീലെസ് എൻട്രി ആയിട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ ഈ ഒരു കീ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡോറും കൂടെ ശരിക്കും ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. റെയിൻ എങ്ങനെയാണോ ആ റെയിൻ്റെ പെയിനിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് കൂടും, അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അത്തരത്തിലുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മൈലേജ്, അതേപോലെ തന്നെ സർവീസ്, പിന്നെ ഇതിൻ്റെ താഴെ കിടക്കുന്ന മോഡൽസ്, ആ മോഡൽസിലുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാല്ലേ. അപ്പോൾ നമ്മുടെ സൺറൂഫ് ഒന്ന് ഓഫ് ഫുൾ ഓപ്പൺ ആയില്ലോ. ഇത്ര നോക്കണ്ട. നമുക്ക് ടോപ്പ് മാത്രം മതി, വെളിച്ചം കുറവട്ട കാരണമുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മളത് ഡ്രൈവിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ്. സംഭവം നൈസാണ് കേട്ടോ. അത്ര വലിയൊരു വണ്ടിയാണ് ഞാൻ ഓടിക്കണത്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാനില്ല. പിന്നെ ഇതിൽ വേറെ കുറച്ച് സെറ്റപ്പുകളും കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ബ്ലൂ ലിങ്കിലെ നമ്മുടെ ക്രെറ്റയുടെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇത് ബ്ലൂ ലിങ്കിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തിരുന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അത്തരത്തിലുള്ള സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈശ്വര ചെറിയൊരു കയറ്റം അടി വരെയോ എന്തോ അറിഞ്ഞല്ലോ, വീണ്ടും അറിഞ്ഞു, വീണ്ടും അറിഞ്ഞു. ഉണ്ട് നല്ല വലിയൊരു കയറ്റ കയറ്റിയത്. പിന്നെ വേറെ സംബന്ധിച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ്റെ ആ ഒരു നോയ്സിൻ്റെ ഒരു അംശം പോലും ഉള്ളിലേക്ക് കേൾക്കാനില്ല.
ഞാൻ ഇത്ര നേരം മ്യൂസിക് ഇടാണ്ടാണ് ശരിക്കും വണ്ടി ഓടിച്ചത്. ഒരൊറ്റ അനക്കില്ല കേട്ടോ, പുറത്തത്തെ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിന് നമ്മുടെ ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ ആ ഒരു കർട്ടനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പോൾ കടലിൽ കൂടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്തടാ. കടലിൽ കൂടി അല്ല, കടൽ തീരത്ത് കൂടെ. അയ്യോ വണ്ടി പറയോടാ, വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. പോളെന്ന് പുറത്ത് നിന്നിട്ടൊന്ന് കാണിച്ചു കൊടുത്താലോ, വേണ്ട ഈ വെയിൽ തീർത്തേണ്ട ഭാഗത്തിന്. വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇവിടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് തിരിക്കാൻ പറ്റുമെന്നെങ്കിലോ, അങ്ങോട്ടൊന്ന് ഓടിച്ചിരിക്കാലോ. എടാ നീ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ. നമ്മളിപ്പോ ഒരു കടൽ തീരത്തിന്റെ ഉള്ളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പം നമ്മൾ അവസരം കിട്ടിയപ്പോൾ ഒന്ന് കടലിലേക്ക് ഇറക്കിയതാണ് കേട്ടോ. എനിക്ക് ഈ 4x4 ഇതേപോലെ ഓടിച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നൈസായിട്ട് നമ്മൾ ആ ഒരു മണലില്, കാരണം എന്താ വെച്ചാൽ ഇതിന് സാൻഡിൽ മൂഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയതാണ്. നനഞ്ഞ മണല് എങ്ങനെയായിരിക്കും അവിടെ വണ്ടി ഇറക്കിയവർക്ക് ശരിക്കും അറിയാൻ പറ്റും അവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പോൾ വൺ സെറ്റപ്പാണ്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് വിട്ട് അവസരം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി ഇതേപോലെ. പിന്നെ ബ്രോ, നമുക്ക് ഇതില് ശരിക്കും 3 വേരിയന്റുകൾ വന്നിട്ടുണ്ടല്ലോ. ബേസ് GLO, പിന്നെ 2 വീൽ ഡ്രൈവ് GLS, പിന്നെ ഇപ്പൊ ഓടിക്കുന്ന 4 വീൽ ഡ്രൈവ് GLS. അങ്ങനെ 3 വേരിയന്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ മൈലേജിനൊക്കെ കുറിച്ച് പറയാൻ ചെയ്യും, വണ്ടിയുടെ ഡീസലിന് അറൗണ്ട് 15-16 കിലോമീറ്ററിന്റെ അടുത്ത് നിന്നാണ് ഞാൻ ശരിക്കും മൈലേജ് കേട്ടത്. അതേപോലെ തന്നെ പെട്രോളിന് 8 ലിറ്ററിന്റെ അടുത്തില്ലേ, അത്ര അങ്ങനെയൊക്കെ തന്നെയാണ് കസ്റ്റമേഴ്സിന്റെ ആ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഓൺലൈനിൽ കിടക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നമുക്ക് കയറ്റാൻ പറ്റുമോ? കിട്ടൂടാ, കിട്ടുമോ? എനിക്ക് ഇത്രയും വലിയൊരു വണ്ടി ഓടിച്ചിട്ടേ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കയറുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ഇട്ടിട്ട് പണി കിട്ടൂട്ടോ. കാരണം എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം കാർസിന്റെ സെഗ്മെന്റ് ആണല്ലേ. അതായത് ഏകദേശം ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. 34 ലക്ഷം രൂപയാണ് ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ വില എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ മോഡൽസ് സ്റ്റാർട്ടിങ് എത്ര വരുന്നത് പേയ്മെന്റ്? നമുക്ക് പെട്രോൾ ആണെങ്കിൽ 28 lakhs, ഡീസൽ ആണെങ്കിൽ 31 lakhs. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് ഇവരുടെ വണ്ടികളുടെ വിലയും കാര്യങ്ങളൊക്കെ. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അറിയാനൊരു കേസ് എന്ന് വെച്ചാൽ ഇത്ര വില കൂടിയ വണ്ടികളുടെ സർവീസിന്റെ സംഭവങ്ങളൊക്കെയാണ്. ഇവരുടെ സർവീസ് പീരീഡ് വരുന്നത് എത്രയാ? നമുക്ക് എല്ലാ 10,000 കിലോമീറ്റേഴ്സിനാണ് സർവീസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലും കൊണ്ടുവന്നാൽ മതി. 14,000 രൂപയുടെ അടുത്ത് സർവീസ് കോസ്റ്റും വന്നിട്ടുണ്ടല്ലേ. ഡീസൽ വണ്ടിക്ക് എത്ര മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിന് ശരിക്കും വന്നിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം 4x4 തന്നെ പ്രീമിയം മോഡൽസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ആയിരിക്കും ശരിക്കും? നമുക്ക് വരുന്നത് ജീപ്പ് കോമ്പസ്, പിന്നെ ഫോക്സ് വാഗന്റെ T-Roc, സ്കോഡയുടെ കറോക്ക്, ഹോണ്ട CR-V ആണല്ലേ. അപ്പൊ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ ഓടിക്കാൻ പ്ലാൻ ഉള്ളവർ ജസ്റ്റ് ഇതും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെ ഈ ഒരു വണ്ടിക്ക്, ആ ഒരു കോമ്പറ്റീഷൻ വണ്ടികളൊക്കെ? വണ്ടികളിൽ വരുന്ന കണക്റ്റഡ് കാർ ടെക്നോളജി, അത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്നത് ഹ്യുണ്ടായി ആണ്, വെന്യൂ എന്ന് പറഞ്ഞ വണ്ടിയിൽ. വേറെ നമുക്ക് ഈ വണ്ടിയിൽ സെഗ്മെന്റ് ഫസ്റ്റ് ആയിട്ട് പാസഞ്ചർ സൈഡിലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വരുന്നത്. നമുക്ക് വേറെ കോമ്പറ്റീഷൻ വണ്ടികളിൽ ഇല്ല. നമുക്ക് വണ്ടർ വാറന്റി വരുന്നുണ്ട്. നമുക്ക് 5 വർഷത്തെ വാറന്റി വരെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് എടുക്കാനുള്ള. എത്ര കിലോമീറ്റർ വരെ? നമുക്ക് 60,000, അതായത് 3 തരത്തിലുള്ള വാറന്റിയാണ് വരുന്നത്. അതായത് 3 വർഷം അൺലിമിറ്റഡ്, അല്ലെങ്കിൽ 4 വർഷം 60,000, അല്ലെങ്കിൽ 5 വർഷം 50,000. ഏത് വേണമെന്നുള്ളത് കസ്റ്റമർക്ക് ഡെലിവറി ടൈമിൽ തന്നെ ചൂസ് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ്. ഈ ഒരു മോഡലിൽ ആ കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് വരുന്നത് 4x4 അതുപോലെ ATCC എന്ന് പറഞ്ഞിട്ടൊരു അഡ്വാൻസ് ട്രാക്ഷൻ കൺട്രോൾ. ആ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു വേരിയന്റിൽ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് താഴത്തെ മോഡലിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഡീസൽ വണ്ടിയാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള സൗണ്ടാണ്. നമ്മൾ കറക്റ്റ് ഓടിച്ചത് പെട്രോൾ ആയിരുന്നു. പിന്നെ ഇതിന് വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അതായത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഇതിൽ 4 രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഫ്രണ്ടിലേക്ക് ടെലിസ്കോപ്പിക്കും ചുറ്റും. അപ്പോൾ ആ ഒരു തരത്തിലേക്കും സ്റ്റിയറിംഗ് മേളിലേക്ക് താഴേക്ക് ഫ്രണ്ടിലേക്ക് അങ്ങനത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു മോഡലിൽ കുറവാണ്. എന്ന് വെച്ചാലും വിലയുടെ കാര്യത്തിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ മേലെ വ്യത്യാസം ഉണ്ടല്ലേ. 21-34 എന്ന് പറയുമ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 4x4 ആണ്, വേറൊരു സെഗ്മെന്റ് വണ്ടിയും കൂടിയാണ്. ഇനി ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ 34 ലക്ഷം രൂപയുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ബൈ.